तो अब फिर से मैच कांटे की चौक पे आ गया, मना नहीं था की बात। और बॉडी लैंग्वेज में पूरी तरह से ये दिखता है। आखिरी ओवर केरला स्ट्राइकर्स के इनिंग का और 11 रन पीछे हैं केरला स्ट्राइकर्स। सिद्धांत बोले आए हैं अब गेंदबाजी करने के, फुल उठा दिया है इसे विवेक ने और क्लीन 6, जबरदस्त शॉट, 6 रन। ഓടി ചെല്ലുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ഒരു സ്ഥാപനമേ ഉള്ളൂ, ലാ ഡെൻസിറ്റി. അപ്പോൾ ഇത്രയൊക്കെ നിൽക്കുന്നത് തന്നെ ലാ ഡെൻസിറ്റിയുടെ സഹായത്തോടു കൂടിയാണ്. തളർന്ന് വീണുകയാണെങ്കിൽ എന്നെ പൊക്കിയെടുക്കാൻ എൻ്റെ കൂടെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സംഭവത്തിന് വേണ്ടിയിട്ട് കയറുകയാണ്. ഹലോ നമസ്കാരം, ഞാൻ വിവേക് ഗോപൻ. ഞാനിപ്പം എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലാ ഡെൻസിറ്റ ട്രിവാൻഡ്രം പട്ടത്ത് വന്നിരിക്കുകയാണ്. പറഞ്ഞ പോലെ കാലക്രമേണ നമ്മുടെയൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ ഈ ഹെയർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഈ 2 സൈഡും മാത്രമാണ് എനിക്കിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല പ്രൊസീജിയർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കും. കാരണം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് ലാ ഡെൻസിറ്റി. ഞാൻ പറയാതെ തന്നെ അറിയാം, ഒത്തിരി സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. അവർക്കൊക്കെ വളരെ നല്ല റിസൾട്ട് കൊടുത്തൊരു സ്ഥാപനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും കോൺഫിഡൻറ്റോടു കൂടി തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുകയാണ്. ഹലോ, അപ്പോൾ ഞാൻ എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞതാ തിരിച്ചെത്തി. വളരെ പാനിക്കായിട്ടായിരുന്നു ഞാൻ ശരിക്കും പോയത്. പക്ഷേ ഒന്നും അറിഞ്ഞില്ല കേട്ടോ. വളരെ വേഗത്തിൽ കഴിഞ്ഞ പോലത്തെ ഒരു ഫീലിലായിരുന്നു തിരിച്ചു വന്നത്. വളരെ ലൈറ്റായിട്ട് ഈ ഉറുമ്പടിക്കുന്ന പോലത്തുള്ള ഫീൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വളരെ കാമായിരുന്നു, വളരെ കമ്പോസറായിരുന്നു. ഏകദേശം 1800-ലപ്പുറം ഡ്രാഫ്റ്റുകൾ വച്ചിട്ടുണ്ട്. അത്രയും നല്ല കോൺഫിഡൻറ്റ് കുറച്ച് കുറവായി. കാരണം നമ്മൾ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെയർ എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് ഭയങ്കര ബൂസ്റ്റപ്പ് ആവും. ഇനി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഷൂട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ധൈര്യമായിട്ട് നിൽക്കാം. താങ്ക് യു ലാ ഡെൻസിറ്റി. ഒരു എന്താ പറയുക, ഒരു നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു ഭാരം എടുത്ത് മാറ്റിയ ഒരു ഫീലാണ് ഇപ്പം. കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും ക്യാപ്പ് വെച്ചിട്ടാണ് പോകുക. കാരണം ആ മുടി നമ്മൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കത് കോൺഫിഡൻസ് കുറച്ച് കുറവായിരുന്നു. തിരിച്ചതിൻ്റെ ആ കോൺഫിഡൻസ് ലെവലിൽ കുറച്ച് വീണ്ടും തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ലാ ഡെൻസിറ്റിയാണ്. അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ മുടിയൊക്കെ വളർന്നതിന് ശേഷം ഞാൻ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ സീ യു സൂൺ. ബൈ.